യെസ്, ഐ ആം ഡോക്ടർ അലി. സാധാരണ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് പാൽപ്പല്ല് പൊട്ടിപ്പോയാൽ പാൽപ്പല്ലിന് പ്രശ്നങ്ങൾ വന്നാൽ എന്തു ചെയ്യണം എന്നുള്ളത്. അത് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. യെസ്, അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊട്ടിപ്പോവാറ്. ഒന്ന്, പല്ലിന് പോടുകൾ വരുന്നത് കൊണ്ട്. രണ്ടാമത്തത് ട്രോമാറ്റിക്, എവിടെങ്കിലും തട്ടിയത് കൊണ്ടോ ഇടിച്ചത് കൊണ്ടോ വികൃതി കുട്ടികൾ വീണത് കൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊട്ടിപ്പോവാറ്. അപ്പോ അമ്മമാരുടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ വേവലാതി, ഇത് രണ്ടാമത് വരില്ലേ? കാരണം അവർക്ക് ഇത് സംശയമാണ്. പാൽപ്പല്ലാണോ അതോ രണ്ടാമത് വന്നതാണോ? പ്രത്യേകിച്ച് 4 വയസ്സ് 4.5 വയസ്സുകളിലെല്ലാം പുറകത്തെ പല്ലിനെ സംശയിക്കുന്ന ഇത് വരില്ലേ? രണ്ടാമത്തത്, ഏത് പല്ലാണ് പൊട്ടിപ്പോയത്? അത് പാൽപ്പല്ലാണോ അതോ സ്ഥിരപ്പല്ലാണോ? ഈ ഒരു സംശയം ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതിന്റെ കാരണം എന്താണ്? അടിസ്ഥാന കാരണം വേണ്ട രൂപത്തിൽ പല്ല് ബ്രഷ് ചെയ്യുന്നില്ല, ക്ലീൻ ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ വൃത്തിക്കുറവ് തന്നെയാണ് ഇതിന്റെ കാരണം. രണ്ടാമത്തത്, കൂടുതൽ ഷുഗർ കണ്ടന്റ് അളവ് ഉള്ള ഭക്ഷണങ്ങൾ, അതേകൂടെ കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്ന സ്വഭാവം. കുട്ടികളോട് മധുരം ഉപയോഗിക്കരുത് എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഉടനെ വായ കഴുകിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോ ഇതിന്റെ പ്രതിവിധി എന്താണ്? പാൽപ്പല്ല് പൊട്ടിപ്പോയാൽ, കുട്ടികളുടെ പല്ല് പൊട്ടിപ്പോയാൽ എന്താണ് അതിനുള്ള പ്രതിവിധി? ഇതിനുള്ള പ്രതിവിധി, എല്ലാ കേസുകളും ജനറൽ ഡെന്റിസ്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഇതിന് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്, പീഡിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം, അതിനകത്ത് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത അവരുടെ സഹായം തേടണം. രണ്ടാമത്തത്, അനാവശ്യമായ പേടി ഒഴിവാക്കണം. ഒരു പാൽപ്പല്ല് നഷ്ടപ്പെട്ടാൽ ഭൂമി ഇടിഞ്ഞു വീഴും എന്നുള്ള ഒരു തോന്നൽ പോലത്തെ ആ ചിന്ത ഒഴിവാക്കണം, പേടി ഒഴിവാക്കണം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ 6 മാസത്തിലൊരിക്കൽ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിരിക്കണം. കൂടെ രാത്രി സമയത്ത് നമ്മളുടെ കുട്ടികളെ ഗോസ് എന്ന് പറയുന്ന കോട്ടൺ ഉപയോഗിച്ച് പല്ല് നമ്മൾ തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. അവരെ ബ്രഷിങ്ങുമ്പോൾ മാത്രം ആശ്രയിക്കാതെ നമ്മൾ ഗോസ് ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കണം. ഇനി മറ്റു മാർഗങ്ങൾ എന്താണ്? പല്ല് അടച്ച് പല്ല് കവർ ചെയ്ത് പൾപ്പക്ടമി, പൾപ്പോട്ടമി എന്നറിയുന്ന 2 പ്രൊസീജിയേഴ്സ് സാധാരണ എല്ലാം കേട്ടിരിക്കും. എന്താണ് പൾപ്പോട്ടമി? പൾപ്പോട്ടമി എന്ന പാർഷ്യലി പല്ലിന്റെ ക്രൗൺ പോർഷനുള്ള ടിഷ്യൂ മാത്രം റിമൂവ് ചെയ്യുന്നതിനെ പൾപ്പോട്ടമിയും, അകത്തുള്ള കംപ്ലീറ്റ് പൾപ്പിനെ റിമൂവ് ചെയ്യുന്നതിനെ പൾപ്പക്ടമി എന്ന് പറയും. ഇത് രണ്ടും കുട്ടികളിൽ പീഡിയോഡോണ്ടിസ്റ്റ്, കുട്ടികളുടെ ഡെന്റിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ്. ജനറൽ ഡെന്റിസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ വേദന കുറക്കുക, പല്ല് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫില്ലിങ്ങും ക്രൗണുകളും എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാനും പുതിയ പല്ല് വരാനും നമുക്ക് ഇത് ആവശ്യം വരും. അപ്പൊ എന്തിന് കുട്ടികളുടെ പല്ല് സംരക്ഷിക്കണം? ഈ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ പുതിയ പല്ല് വരില്ലേ? പിന്നെ എന്തിന് നമ്മൾ പല്ല് സംരക്ഷിക്കണം? നമ്പർ 1, പുതിയ പല്ല് സമയത്ത് വരാൻ വേണ്ടിയാണ്. നമുക്ക് പഴയ പല്ലിന്റെ വേരുവശത്ത് ആ വേരിനെ തേയ്മാനം വരുത്തിക്കൊണ്ടാണ് പുതിയ പല്ല് വരുന്നത്. അപ്പൊ ആ പാസേജ് നിർണ്ണയിക്കുന്നത് പഴയ പല്ലാണ്. അപ്പൊ പുതിയ പല്ലിന്റെ സമയത്ത് വരാനാണ് നമ്പർ 1. നമ്പർ 2, ഭക്ഷണം ചവച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും.
അതുകൊണ്ട് തന്നെ പല്ല് ഉപയോഗിച്ച് പഠിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമാണ് പല്ല് നിലനിർത്തുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിന്റെ സഹായം തേടണം എന്നുള്ളതാണ്. മറ്റു പേടിക്കാൻ ഒന്നുമേയില്ല. ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ്, ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം എന്തെന്നാൽ, നമ്മൾ കുട്ടികളെ പല വീടുകളിലും അച്ഛനമ്മമാർ, നിന്നെ ഞാൻ പല്ല് ഡോക്ടറെ അടുത്ത് പോയി പല്ല് ഞാൻ എടുപ്പിക്കും. അപ്പൊ ഈ പല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന വിഷയം ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന, പല്ലിനെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സംഭവം ഒരു പണിഷ്മെന്റ് ആയിട്ട് കുട്ടികളെ നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്പിംഗ് ബ്രെയിനിൽ എന്ത് ചെയ്യും? ഒരു പോയിന്റ് വരും. ഈ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത് ഡേഞ്ചർ പീപ്പിൾ ആണ്, അതുകൊണ്ട് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആ പണിഷ്മെന്റ് ലെവലിൽ ഒരിക്കലും നിങ്ങളെ ഡെന്റിസ്റ്റിനെ ചിത്രീകരിക്കരുത്. ദയവ് വിചാരിച്ച് ഞങ്ങളെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തരുത്. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്താലും ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിലും. കാരണം ഈ കുട്ടികളെ ഒരു കാരണവശാലും നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം യു ആർ ഡൺ. ആ കുട്ടിയുടെ മനസ്സിൽ ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് ഒരു റോങ് ആയ ഐഡിയ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കേട്ട ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. ഈ സംശയങ്ങൾ നിങ്ങൾ എൻ്റെ കമൻസ് ബോക്സിനകത്ത് വന്ന് നിങ്ങൾ എഴുതി ചോദിക്കണം. ഐ അഷ്വർ യു, ഐ വോണ്ട് കീപ് എനിവൺ അൺആൻസേർഡ്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു ചോദ്യത്തിനും ഉത്തരം ഞാൻ തരാതിരിക്കില്ല. എനിക്കറിയുന്നത് അല്ലെങ്കിൽ എനിക്കറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ച്, എക്സ്പേർട്സിനോട് ചോദിച്ച് ഞാൻ ഉത്തരം തന്നിരിക്കും. യെസ്, ഐ എം ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.